ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രതിഭ. ഇപ്പോൾ ഞാൻ ഒരു വീഡിയോ ആയിട്ട് വരാൻ കാരണം കുറച്ച് പേര് ഞാനിട്ടിരുന്ന ക്രീം എങ്ങനെയാണ് ഇത്രയും നല്ല ഷൈനിങ് ആയത്, അത് എനിക്കും വേണം, പിന്നെ ബീട്രൂട്ടിൻ്റെ പൗഡർ എനിക്കും വേണം എന്നും പറഞ്ഞ് എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. അവർക്കൊക്കെ എനിക്ക് കുറച്ച് ഡിലേ ആകാൻ കാരണം നമ്മളുടെ ഇവിടെ ഇരുന്ന സാധനം എൻ്റെ അമ്മയും കൂടെ ഇവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ കുറേ പേര് നേരിട്ട് വന്ന് എടുത്തുകൊണ്ട് പോയവരുണ്ട്, നേരിട്ട് കണ്ട് വിശേഷമൊക്കെ തിരക്കിയിട്ട് എടുത്തുകൊണ്ട് പോയ വ്യക്തികളുണ്ട്. അപ്പോൾ എനിക്ക് അവർക്ക് അയച്ചു കൊടുക്കാനായിട്ട് കഴിഞ്ഞില്ലായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ആ ഓർഡർ സാധനം പോയി എടുത്തുകൊണ്ട് വന്നാണ് ഞാൻ നിങ്ങൾക്ക് അയച്ചിരിക്കുന്നത്. കൃത്യമായിട്ട് ഒരു 2 ഡേയ്സിനുള്ളിൽ അവിടെ ആ സാധനങ്ങളൊക്കെ എല്ലാവർക്കും എത്തുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും നമുക്കുണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ മാറാൻ ഈ ഫുള്ള് നാച്ചുറലായിട്ടുള്ള ആയുർവേദത്തിൻ്റെയാണ് ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് തരാനായിട്ട് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് വാങ്ങാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ കുറച്ച് പ്രോഡക്റ്റ്സ് ഉണ്ട്. നമുക്ക് ഈ കസ്തൂരി മഞ്ഞൾ കണ്ടോ, ഇതാണ് കസ്തൂരി മഞ്ഞളാണ്. പിന്നെ ഫേസിലിടാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. കുഞ്ഞു പിള്ളേർക്ക് പോലും ശരീരത്തിൽ ഉപയോഗിക്കാം. ഇതാണെങ്കിൽ നല്ലപോലെ നമുക്ക് സാധാ രീതിയിൽ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. പച്ചവെള്ളത്തിൽ നനച്ച് മുഖത്തും ശരീരത്തും കഴുത്ത് ഭാഗങ്ങൾക്കും ഒക്കെ തേച്ചിട്ട് നല്ലപോലെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നല്ലപോലെ വാഷ് ചെയ്ത് വിട്ടാൽ മുഖത്തുണ്ടാകുന്ന കുരുക്കളില്ലേ, അതെല്ലാം പോകാൻ സഹായിക്കുന്നതാണ്. ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ഓർഗാനിക്കാണ്. ഓർഗാനിക് എന്ന് പറഞ്ഞാൽ വിഷാംശമൊന്നുമില്ലാത്ത, യാതൊരു പാർശ്വഫലങ്ങളും ഒരു പ്രശ്നങ്ങളും വരാത്തതായിട്ടുള്ള ഓർഗാനിക് പൗഡേഴ്സാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത്, പിന്നെ ഇംഗ്ലീഷ് മരുന്നും ഈ ഇംഗ്ലീഷിൻ്റെ ഒരുപാട് കെമിക്കൽ ചേർത്ത മരുന്ന് പെട്ടെന്ന് റിസൾട്ട് തരും. ഞാനിതൊരു 2-3 ആഴ്ച ഉപയോഗിച്ചതിന് ശേഷമാണ് എൻ്റെ ഇവിടെ നോക്കുമ്പോൾ അറിയാം, ഇപ്പോഴും ചെറിയ ഒരു ഡാർക്ക്നെസ്സേ ഉള്ളൂ. ബാക്കി ഇവിടെയൊക്കെ നല്ല ഇതായി കണ്ടോ, ഇവിടെയൊക്കെ ഒരു ചെറിയൊരു ഡാർക്ക്നെസ് ഉണ്ട്. ഫേസ് പിന്നെ നമ്മൾ അധികം നമ്മൾ മസാജും കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ, അതുകൊണ്ട് നല്ല നീറ്റായി ഫേസ് എല്ലാം നല്ല ഇതായി. ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു ഡാർക്ക് ഉണ്ട്. അതും ഇനിയിപ്പോൾ കുറേശ്ശെ നമുക്ക് കണ്ണിലൊക്കെ ഇട്ട് തേക്കാനൊക്കത്തില്ല. അപ്പോൾ കണ്ണ് വിട്ടിട്ട് ബാക്കിയുള്ള ഭാഗം നമ്മൾ തേച്ച് കുറേ നേരം കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ മസാജ് ചെയ്യുമ്പോഴും മാത്രം ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒരു കൈ കൊണ്ട് തന്നെ തേച്ച് കളയുന്നത് കൊണ്ട് മാത്രമാണ് ഈ കറുപ്പ് കണ്ണിൻ്റെ ഒരിത് മാറാതിരിക്കുന്നത്. അത് കുറേശ്ശെ ഇപ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്നവർക്ക് ഓർഡർ ചെയ്യാൻ ഞാൻ കറക്റ്റായിട്ട് അതിനെ ഓരോന്ന് തീരുന്നതിനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് ഓർഡർ ചെയ്താണ് ഞാൻ നിങ്ങൾക്ക് അയച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്ന് ഇപ്പം നമ്മുടെ കയ്യിലുള്ളതെന്ന് പറയുന്നത് ഇത് മഞ്ഞൾ, കസ്തൂരി മഞ്ഞൾ, പിന്നെ കേശതാളി എന്ന് പറയുമ്പോൾ മുടി കൊഴിച്ചിൽ തടയാനും നല്ലപോലെ മുടി ഗ്രോത്തായിട്ട് വളരാനും നമുക്ക് ഓർഗാനിക്കായിട്ടുള്ള ഈ പൗഡർ ഉപയോഗിക്കാം. കേശതാളി ഇത് മുടി കൊഴിച്ചിൽ തടയാൻ നല്ലപോലെ സഹായിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് മുടി കൊഴിയായിരുന്നു, നല്ലപോലെ തലയോട്ടിയൊക്കെ തെളിഞ്ഞ് വന്നതാണ്. ഇപ്പോൾ ദാണ്ട് എന്തായിരുന്നാലും ഇതുണ്ടോ, കുഞ്ഞു മുടി വളരുന്നുണ്ടോ, ഇതുണ്ടോ, ശരിക്കും മുടി വളരുന്നുണ്ട്. ഇപ്പോൾ ഫ്രണ്ടിലെല്ലാം മുടി വിട്ടാണ് മുടി വളർന്ന് കിടക്കുന്നത്. ഇപ്പോൾ അതുകൊണ്ട് ഇവിടെയൊക്കെ നല്ല എണ്ണ തേച്ചിരിക്കുക. ഞാൻ തന്നെ കാച്ചിയ എണ്ണയുണ്ട്, അതാണ് ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പം കുറച്ചും കൂടെ മുടി വളർന്നു വരുന്നുണ്ട്. ഞാനും പിന്നെ ഈ ക്യാൻസർ പേഷ്യൻസിനൊക്കെ മുടി വെട്ടി കൊടുക്കുന്നതുകൊണ്ട് വളരെ മുടി കുറവാണ് നമുക്ക്. മറ്റേ കാൽമുട്ട് വരെ മുടി ഉണ്ടായിരുന്നു, അതിങ്ങനെ കുറേശ്ശെ വെട്ടി കൊടുത്ത് ഇപ്പം തോളിൻ്റെ അതുവരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം മുതുകിന് താഴെ വരെ ഒരിച്ചിരി കക്ഷത്തിൻ്റെ അടുത്ത് വരേക്കും വളർന്നിട്ടുണ്ട്. ഇനിയോ കുറേ കൂടെ വളർത്തണം, ചുമ്മാ മുടി ഇല്ലാതിരുന്നപ്പോൾ ഒരുമാതിരി ഉണ്ട്. അതുകൊണ്ട് അപ്പം കേശതാളി ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടിയുടെ ഗ്രോത്ത് വയ്ക്കാനും അതിനെ നല്ല ഷൈനിങ് ആക്കാനും ഒരു ആരോഗ്യമുള്ള മുടി ആക്കി തീർക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. പിന്നെന്ന് പറയുന്നത് മൈലാഞ്ചിപ്പൊടി. ഞാൻ മൈലാഞ്ചിപ്പൊടി ഇട്ടാണ് ഇപ്പം മുടി കളർ ചെയ്തത്. എനിക്ക് കുറച്ചൊക്കെ നരയുണ്ട്,
പിന്നെ മറ്റുള്ള കെമിക്കൽ മിക്സ്ഡ് ആയിട്ടുള്ള പിന്നെ മൈലാഞ്ചി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ മുടിയിൽ കളർ പിടിക്കും. ഇതാകുമ്പം പെട്ടെന്നൊന്നും കളർ പിടിക്കില്ല, പതുക്കെ കളർ പിടിക്കത്തുള്ളൂ. അപ്പോൾ അതിന് ഉപയോഗിക്കാവുന്നതാണ് ഇത്. പിന്നെ സ്നാനചൂരണം, ഇത് വെച്ച് ദേഹം കഴുകാവുന്നതാണ്. അപ്പം ഇതിനെല്ലാത്തിനും ഓർഡർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ. ഓക്കെ, ബൈ.